ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തിരുവോണ ദിനത്തിന് രാവിലെ തന്നെ ധനവും അതും കൂടി പൂക്കളിടാണ് കേട്ടോ. അപ്പോൾ എത്ര ഇട്ടിട്ടും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് അത് എല്ലാ വർഷവും ഞാനും ചേട്ടനും കൂടി ഇടുന്നത്. ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് പിള്ളേർക്ക് വിട്ടുകൊടുത്തു. അതുങ്ങളും അങ്ങനെ ഇട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ പറയണ, അയ്യോ ഞാൻ എത്ര ഇട്ടിട്ട് ശരിയാവുന്നില്ല അമ്മ. അങ്ങനെ അവസാനം അവൾ ഏകദേശം എന്തൊക്കെയൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ച്, എന്നാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയായിക്കോളും ഞങ്ങളും പറഞ്ഞു. ഇത് അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ അവിടെ അവിയൽ വെക്കണേ കേട്ടോ. പിന്നെ മോരുകറി ഉണ്ടാക്കി, ബീറ്റ്റൂട്ട് പച്ചടി, സാമ്പാർ, അച്ചിങ്ങത്തോരൻ എല്ലാം റെഡിയായിട്ടുണ്ട് കേട്ടോ. ദേ അച്ഛനും അമ്മയും കൂടി പരിപ്പ് പായസം ഉണ്ടാക്കണേണ്. അച്ഛൻ നല്ലോണം പായസം ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ ആൾക്ക് ഹെൽത്തിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉള്ള കാരണം കുറച്ച് മടിയൊക്കെ ഉണ്ട്, എന്നാലും ഉണ്ടാക്കി കേട്ടോ. പിന്നെ അതേ അച്ചേട്ടനും പിള്ളേരും കൂടി അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുവാണ്. അവർ തിരുമുപ്പത്താണ് പോയത് ഇപ്രാവശ്യം. ശിവക്ഷേത്രമാണ്. നല്ല തിരക്കായിരുന്നു. അവർ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. 8:30 കഴിഞ്ഞായിരുന്നു. അതാണ് നല്ല തിരക്കായിരുന്നു. ഒരുപാട് ക്യൂ ഒക്കെ നിന്നാൽ തൊഴാൻ പറ്റി. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശക്കണം പറഞ്ഞത് ഹോട്ടലിലൊക്കെ കയറിയിട്ടാണ് വന്നത്. അഭിരാമി ഹോട്ടലിൽ കയറിയിട്ട് ഭൂരി മസാലയും ചേട്ടൻ മസാല ദോശയാണ് ഓർഡർ ചെയ്ത് കഴിച്ചതെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേച്ച് ഇവരെന്നെ പറ്റിച്ച് കളഞ്ഞു. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചാൽ 3 പേരും കൂടി വന്നത്. അതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നപ്പോൾ അതേ രാധ ചേച്ചിയുടെ വീട്ടിൽ, അത് ഞങ്ങളുടെ അടുത്തുള്ള വീടാണ് കേട്ടോ, അവിടെ ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ ഞങ്ങൾക്കും ആടണം എന്നും പറഞ്ഞ് 2 പേരും കൂടി പോയി. കുറച്ച് നേരം ആടി വീട്ടിൽ വന്നതേ, പിന്നെയും തനുവിന് ഇനിയും എനിക്കാണോ എന്ന് പറഞ്ഞ് പിന്നെയും പോയിരുന്ന് ആടുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഒരു 12-12:30 ആയപ്പോൾ തന്നെ എല്ലാം റെഡിയായി. അതുകൊണ്ട് ദേ അച്ഛനും മോളും കൂടി ഫുഡൊക്കെ അങ്ങോട്ട് വിളമ്പുവാണ്. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, സാമ്പാർ, അവിയൽ, അച്ചിങ്ങത്തോരൻ, മോര് കാച്ചിയത്, പിന്നെ നാരങ്ങച്ചാർ, മാങ്ങച്ചാർ, പപ്പടം പഴം പായസം, 2 തരം പായസം, പരിപ്പ് പായസം ഉണ്ടായിരുന്നു, പാലടയും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഊണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഊണെല്ലാം കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും ചേച്ചിയും പിള്ളേരും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓണക്കോടി വീട്ടിൽ. അപ്പം ഓണക്കോടി കൊടുത്തു. അപ്പം അത്രയൊക്കെ ഇന്നത്തെ വിശേഷം.